ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കൊരു 10 അക്കങ്ങൾ വരെയുള്ള സംഖ്യകൾ വരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. നോക്കിയാലോ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സംഖ്യകളെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കണം. എല്ലാവർക്കും സംഖ്യകളുടെ വിലകളൊക്കെ അറിയില്ലേ? സ്ഥാനത്തിൻ്റെ ഇത് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി ഇതുവരെയുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ അവസാനത്തെ 3 ഡിജിറ്റിനെ നമ്മൾ ഒറ്റ ഗ്രൂപ്പാക്കുക. ഓക്കെ, പിന്നത്തെ രണ്ടെണ്ണം ഏതൊക്കെ? 1000ഉം 10000ഉം ആണല്ലോ. ഈ 1000ത്തിനെയും 10000ത്തിനെയും ഒരു ഗ്രൂപ്പാക്കുക. പിന്നെ ലക്ഷവും 10 ലക്ഷവും കൂടെ ഒരു ഗ്രൂപ്പാക്കുക. ബാക്കി കോടിയാണല്ലോ, അതിനൊരു ഗ്രൂപ്പാക്കുക. ഓക്കെ, ഇവിടെ നിങ്ങോട്ടുള്ളത് നമ്മൾ കോടിയായിട്ട് വായിക്കാം. എത്ര സംഖ്യ ആണെങ്കിലും അതിനും കോടിയായിട്ട് വായിക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് വായിക്കാൻ നോക്കാം. ഇതിനെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയില്ലേ? ഇതിനെ നമ്മൾ 100ന് 100 വരെ 1000 വരെയൊക്കെ എല്ലാവർക്കും വായിക്കാൻ അറിയാമല്ലോ. എന്താ വായിക്കുക? ഈ 3 ഡിജിറ്റ് കൂടിയാൽ 925 എന്നല്ലേ? 925 അല്ലേ? അതിൻ്റെ തൊട്ടടുത്തുള്ളതിനെ നമ്മൾ 1000 ആയിട്ട് വായിക്കും. പിന്നത്തതിനെ നമ്മൾ ലക്ഷമായിട്ട് വായിക്കും. ഇതിനെ നമ്മൾ കോടിയായിട്ട് വായിക്കും. ഓക്കെ, ഇനി നോക്കാം. കോടിയിൽ എത്ര സംഖ്യയുണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? 3 അക്കങ്ങളില്ലേ? ഇത് വായിക്കുന്ന പോലെ തന്നെ ഇവിടെയും വായിക്കേണ്ടി വരും. 452 കോടി 63,18,925. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം. ഇതുപോലെ ലാസ്റ്റത്തെ 3 എണ്ണം ഒരു ഗ്രൂപ്പാക്കി. അടുത്ത 2 എണ്ണം 1000, അടുത്ത 2 എണ്ണം ലക്ഷം, പിന്നത്തതിൽ കോടി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ ഗ്രൂപ്പ് ആക്കണം. തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ആക്കി പോകരുത് കേട്ടോ. ഇവിടുത്തെ 3 എണ്ണം ആദ്യം കൊടുക്കുക. പിന്നെ ഉള്ളത് എത്ര എണ്ണം? 2 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം, ആ 2 എണ്ണം. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 എണ്ണം, പിന്നെ വരുന്നത്. ഓക്കെ, അങ്ങനെ വേണം ഗ്രൂപ്പ് ആക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക? 32 കോടി 14,63,247. ഓക്കെ, അടുത്ത് നോക്കാം. ഇതൊരു ഗ്രൂപ്പ്, 3 എണ്ണം, പിന്നെ 2 എണ്ണം 1000, പിന്നത്തെ 2 എണ്ണം ലക്ഷം, ബാക്കി വരുന്നത് കോടി. കോടിയിൽ ഒറ്റ ഒന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വായിക്കാം? 4 കോടി 48,00,000. 1000 ഉണ്ടോ? 1000ത്തിൻ്റെ സ്ഥാനത്ത് എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ 1000 എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വായിക്കാനില്ല. അപ്പം എങ്ങനെ വായിക്കാം? 4 കോടി 48,278. 1000ത്തിന് രണ്ടും 0 ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും വായിക്കാനില്ല. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 3, 2, 1000, ലക്ഷം. ഇത്ര വരെയുള്ളൂ. കോടിയിൽ സംഖ്യയില്ല അല്ലേ? അപ്പോൾ എന്ത് വായിക്കാം നമുക്ക്? 25,80,409. ഓക്കെ, ഇതാ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 3 ഡിജിറ്റ് ആണല്ലോ. ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 6 എണ്ണം ആണല്ലോ അല്ലേ? ലാസ്റ്റത്തെ 3 എണ്ണം, പിന്നെ 2 എണ്ണം 1000, അടുത്ത 2 എണ്ണമാണ് നമുക്ക് ലക്ഷം അല്ലേ? പക്ഷെ ഇവിടെ 2 എണ്ണം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഏതാണോ ബാക്കിയില്ല അതിനോ ലക്ഷത്തിൽ കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 5,76,843. ഓക്കെ, ഈ 0 വരുമ്പോഴുള്ള വേറെ ഒന്നും കൂടെ നോക്കാം. ലാസ്റ്റത്തെ 3 എണ്ണം, പിന്നെ 2 എണ്ണം 1000, പിന്നത്തെ 2 എണ്ണം ലക്ഷം, ബാക്കി 2 എണ്ണം കോടി. ഓക്കെ, ഇതെങ്ങനെ വായിക്കാം? 85 കോടി 0 ലക്ഷത്തിന് പറയാൻ പറ്റുമോ? ഇല്ല, പറയേണ്ട ആവശ്യമില്ല അല്ലേ? 85 കോടി 42,100ൻ്റെ സ്ഥാനത്തില്ല. അപ്പോൾ ഇത് എത്രയാണെന്ന് മാത്രം വായിച്ചാൽ മതി. എത്ര? 30 എന്ന് വായിക്കണം. അപ്പം 85 കോടി 42,030. ഇനി ഇത് നോക്കാം. 1000, ലക്ഷം, കോടി. 2 കോടി 0 എന്നല്ല നമ്മളെന്ത് വായിച്ചാൽ മതി? 4 എന്ന് വായിച്ചാൽ മതി അല്ലേ? പിന്നെന്താ? 1000 ഇല്ല. അപ്പം എന്ത് വായിക്കത്? 2 കോടി 4,00,000. ഇവിടെ ഇല്ലല്ലോ, 300. അപ്പോൾ 2 കോടി 4,03,000. ഓക്കെ, ഇനി കുറച്ച് എല്ലാ സംഖ്യകളും വെച്ചിട്ടുള്ള ഒന്ന് നോക്കിയാലോ. ഇതൊക്കെ വായിക്കാറില്ല എല്ലാവർക്കും. ഇത് എത്രയാ? 6. ഇതോ 58 അല്ലേ? പിന്നെ 436. അതിന് ശേഷമുള്ള തൊട്ട് നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ തുടങ്ങാൻ പറ്റുമല്ലോ. 3 എണ്ണമാണ് ഒരു ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു അല്ലേ? ബാക്കിയുള്ളതിനെ നമുക്ക് അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതെന്തേനും 3 എണ്ണം കഴിഞ്ഞാൽ ആദ്യം വരുന്നത് 1000 അല്ലേ? അപ്പോൾ ഇതെങ്ങനെ വായിക്കാം? 7,534. ഓക്കെ, ഇനി അടുത്തതിനെ ഗ്രൂപ്പ് ആക്കാം. 3 എണ്ണം കഴിഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. 2നെയും നമുക്ക് 1000 കൊടുക്കാം. 3 എണ്ണം കൊടുക്കുക, പിന്നെ ഒന്നുള്ളെങ്കിൽ അത് 1000, 2 എണ്ണം ഉണ്ടെങ്കിൽ 2ഉം 1000,
പിന്നെ ഉണ്ടെങ്കിലാണ് ലക്ഷത്തിലേക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വായിക്കുക 40,021. 40,021. ഓക്കെ, ഇതെങ്ങനെ വായിക്കുക 3 രണ്ടെണ്ണം 1000 ലക്ഷം. 7,60,60,402. ഓക്കെ, 3 രണ്ടെണ്ണം 1000 രണ്ടെണ്ണം ലക്ഷം. 93,00,000 എത്ര ആയിരണ്ട് 2009. ഓക്കെ, 100നും 10നും ഒന്നും ഇവിടെ സംഖ്യ ഇല്ല അല്ലേ, അപ്പോൾ 9 മാത്രം വായിച്ചാൽ മതി. 93,00,2009. അടുത്തത് ലക്ഷം കോടി. 8,04,00,000 ഇവിടെ ഇല്ലല്ലോ 32. അപ്പം അതിനെ വായിക്കുക 1000 എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഓക്കെ, 8,04,00,032. 3 2 2. 1000നും ഒന്നുമില്ല, ലക്ഷത്തിലും ഒന്നുമില്ല. അപ്പം എന്ത് വായിക്കാം നമുക്ക് 62,420. 62,420. ഓക്കെ, 1000 ലക്ഷം കോടി. 526,34,06,000 അല്ലേ. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വരെ ഉള്ളൂ വായിക്കാൻ. 6000 ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അവിടെ അവസാനിച്ചു. ഓക്കെ അല്ലേ. എല്ലാവർക്കും അച്ഛൻ്റെ അമ്മൻ്റെ ഫോൺ നമ്പർ അറിയില്ലേ? അതൊന്ന് എഴുതിയിട്ട് ഇതുപോലെ വായിച്ചു നോക്കിയേ. എത്ര കോടി, എത്ര ലക്ഷത്തി, വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ വായിച്ച് പറഞ്ഞു കൊടുത്ത് അച്ഛനും അമ്മേനെ ഒന്ന് ഞെട്ടിച്ചാലോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ.